KB ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? അങ്ങനെ ചോദിക്കും ഗണേഷ് ചേട്ടാ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തൊക്കെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഇത് വല്ല ഇടങ്ങേറായല്ല. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണെന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിൻ്റെ ഒരു നിയമത്തിൻ്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ KB ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. അപ്പോ അത് അട്രോസിറ്റി അഗൈൻസ്റ്റ് വിമൻ അല്ലേ? കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ KB ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നത്, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്നത്, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. പക്ഷെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലൊന്നും നെഹ്റുവിനെ ആരും കണ്ടിട്ടില്ല. അയ്യേ, ചമ്മിപ്പോയി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.